ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിനോസർ കൂട്ടത്തിന്റെ തെളിവുകൾ മധ്യ ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. 16.6 കോടി വർഷം പഴക്കമുള്ള 200-ൽ പരം ഡിനോസർ കാൽപ്പാടുകളാണ് ഇവിടെ നിന്നും ഗവേഷകർ കണ്ടെത്തിയത്. ഓക്സ്ഫഡ് ബർമിംഗ്ഹാം സർവകലാശാലയിലെ ഗവേഷകരാണ് ഒരു ഖനിയിൽ നിന്ന് ഇത്രയധികം കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഖനിയിൽ ഒരു തൊഴിലാളി മണ്ണ് നീക്കുന്നതിനിടയിൽ അസാധാരണമായ വലുപ്പത്തിലുള്ള ഉറച്ചുപോയ കുഴികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗവേഷകർ ഈ മേഖലയിൽ പഠനം നടത്തിയതും ഡിനോസറുകളുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചതും. ഡിനോസറുകൾ കൂട്ടത്തോടെ നടന്നു പോയതിന്റെ നീളത്തിലുള്ള വഴികൾ തന്നെ ഈ മേഖലയിൽ നിന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു. 150 മീറ്റർ വരെ നീളമുള്ള വഴികൾ ഇതിലുണ്ട്. ഇത്തരത്തിൽ 5 വ്യത്യസ്ത ഡിനോസർ പാതകളാണ് ഈ ഖനന പ്രദേശത്ത് നിന്ന് തിരിച്ചറിഞ്ഞത്. കണ്ടെടുത്ത 5-ൽ 4 പാതകളും നീണ്ട കഴുത്തുള്ള സസ്യഭുക്കുകളായ ഒരു ഡിനോസർ കൂട്ടം സൃഷ്ടിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. സെറ്റിയോസോറസ് എന്ന ഇനം ഡിനോസറുകളുടേതാകാനാണ് സാധ്യതയും. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിന്റെ റിപ്പോർട്ട് പ്രകാരം 5-ാമത്തെ പാതകളുടെ ഉടമ 9 മീറ്റർ നീളമുണ്ടായിരുന്ന മാംസഭുക്കുകളായ മെഗലോസോറസ് എന്ന ഇനം ഡിനോസറിന്റേതാണ്. വേട്ടയാടുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള നീണ്ട 3 വിരലുകളോട് കൂടിയതായിരുന്നു ഈ കാൽപ്പാടുകൾ. ഒരേ സ്ഥലത്ത് ഇത്രയും അധികം ഡിനോസർ കാൽപ്പാടുകൾ ഒരുമിച്ച് കണ്ടെത്തുന്നത് അപൂർവമാണ് എന്ന് ഗവേഷകർ പറയുന്നു. കൂടാതെ ഇത്രയും നീളത്തിലുള്ള പാതകൾ കണ്ടെത്തുന്നതും വളരെ വിരളമാണെന്നും ഓക്സ്ഫഡ് സർവകലാശാല നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഗവേഷകരായ എമ്മ നിക്കോളസ് വിവരിക്കുന്നു. ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനോസർ പാത സൈറ്റുകളിൽ ഒന്നായി മാറുവാൻ സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ജനുവരി 8-ന് BBC സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിലാണ് ഈ ഡിനോസർ പാത കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങളെപ്പറ്റി വിവരിച്ചിരിക്കുന്നത്. 2024 ജൂൺ മാസത്തിലാണ് ഖനിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷകർ ഈ മേഖലയിലെത്തി പഠനം ആരംഭിച്ചത്. 1997-ൽ സമാനമായ പ്രദേശത്ത് ഇപ്പോൾ കാൽപ്പാടുകൾ കണ്ടെത്തിയ ഖനിക്ക് സമീപം ഡിനോസറുകളുടെ കാൽപ്പാടുകളും ലഭിച്ചിരുന്നു. അന്ന് 40 കാൽപ്പാടുകളാണ് ഗവേഷകർ കണ്ടെത്തിയിരുന്നത്. അന്ന് ചുണ്ണാമ്പ് കല്ല് ക്വാറിയുടെ ഖനനത്തിന് വേണ്ടി കുഴിച്ചപ്പോഴായിരുന്നു ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. അതേസമയം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാൽപ്പാടുകളുടെ എണ്ണം അന്ന് കണ്ടെത്തിയതിലും 5 ഇരട്ടിയോളമാണ്. അതേസമയം അന്ന് കണ്ടെത്തിയ കാൽപ്പാടുകൾ സൃഷ്ടിച്ച നടപ്പാതയുടെ ദൂരം ഏതാണ്ട് 180 മീറ്റർ ആയിരുന്നു. അതായത് ഏറ്റവും ഒടുവിൽ നടത്തിയ പര്യവേഷണത്തിലെ നടപ്പാതയേക്കാൾ 30 മീറ്റർ നീളം കൂടുതൽ. നിലവിൽ ഈ പുതിയ പര്യവേഷണ മേഖലയിലെ കാൽപ്പാടുകളുടെ 20,000-ഓളം ചിത്രങ്ങൾ ഗവേഷകർ പകർത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളെ ത്രിമാന രൂപത്തിലേക്ക് മാറ്റുവാനും കൂടാതെ ഇതോട് ചേർത്ത് മേഖലയുടെ ഡ്രോൺ ചിത്രങ്ങൾ കൂടി പകർത്തി വിശദമായ പഠനം നടത്തുവാനുമാണ് ഗവേഷകർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള പഠനങ്ങൾ ഡിനോസറുകൾ തമ്മിലുള്ള ഇടപെടലുകളെക്കുറിച്ചും അവയുടെ വേഗതയെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. മേഖലയിലെ കാലാവസ്ഥാ സാഹചര്യമായിരിക്കാം ഈ ഡിനോസർ പാതകൾ ഇത്രയും അധികം നന്നായി സംരക്ഷിക്കപ്പെട്ടതിനുള്ള കാരണമെന്ന് ബർമിംഗ്ഹാം സർവകലാശാലയിലെ പാളിയോ ബയോളജിസ്റ്റായ റിച്ചാർഡ് ബട്ട്ലർ പറഞ്ഞു. ഇതിലൂടെ കാൽപ്പാടുകളെ വേഗത്തിൽ തിരിച്ചറിയുവാൻ ചതുപ്പ് നിലമായതിനാലാണ് ഇത്ര ആഴത്തിൽ ഡിനോസറുകളുടെ കാൽപ്പാടുകൾ പതിയുവാൻ കാരണം. അതേസമയം ശക്തമായ കാറ്റ് ഡിനോസറുകൾ സൃഷ്ടിച്ച കാൽപ്പാടുകൾക്ക് മേലെ ഇവയെ മൂടിക്കളയാതെ രീതിയിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കാം എന്നും കണക്ക് കൂട്ടുന്നു. ഇതിലൂടെ കാൽപ്പാടുകളെ വേഗത്തിൽ തിരിച്ചറിയുവാൻ ഇന്ന് ഗവേഷകർക്ക് സാധിച്ചു.